നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് അർജൻറ്റീനയെ നേരിടാൻ പോകുന്ന ഓസ്ട്രിയ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോച്ച് റാൽഫ് റാഗ്നിക്ക് പങ്കുവെക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ബലം? ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 മത്സരം ആരംഭിക്കുകയാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഓസ്ട്രിയയുടെ പ്രധാന താരങ്ങൾ ആരൊക്കെയാണ്, അർജൻറ്റീന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കളിക്കാരൊക്കെയാണ്. ഒന്ന് ഡേവിഡ് അലാബയാണ്. ഡേവിഡ് അലാബ ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റയൽ മാഡ്രിഡിൻ്റെ താരം. സോ അവരുടെ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാറാണ് അവരുടെ ഡിഫൻസിൽ. മോസ്റ്റ് ടാലൻറ്റഡ് പ്ലെയർ ഓൺ ദി സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ പറയാം. സെൻറ്റർ ബാക്ക് റോളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തും. റയൽ മാഡ്രിഡിൽ പോയ സീസണിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അധികമൊന്നും കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടില്ല. പക്ഷേ മുൻ ബയൺ മ്യൂണിക്ക് പ്ലെയർ, ഓസ്ട്രിയൻ ടീമിലെ കീ പ്ലെയറാണ്. 33-കാരനായിട്ടുള്ള താരം അവരുടെ കോട്ട കാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോച്ച് റാൽഫ് റാഗ്നിക്കും സംഘവുമുള്ളത്. അടുത്തയാൾ കോൺറാഡ് ലെയ്മറാണ്. വിശദീകരിക്കണ്ടല്ലോ, ബയൺ മ്യൂണിക്കിൻ്റെ കളിക്കാരനെ അറിയാത്തവരുണ്ടാവില്ലല്ലോ. 29-കാരനായിട്ടുള്ള ബയൺ മ്യൂണിക്കിൻ്റെ, നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഏത് പൊസിഷൻ എന്നാണ് പറയുക? ഈസ് എ വേഴ്സറ്റൈൽ ഓൾറൗണ്ടർ. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ നേച്ചുറൽ പൊസിഷൻ റൈറ്റ് ബാക്ക് ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് മിഡ്ഫീൽഡ് റൈറ്റ് കളിക്കാൻ പറ്റും, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റും, അങ്ങനെ പല റോളിലും കളിക്കാൻ പറ്റും. ജർമ്മൻ ക്ലബ്ബിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അധികം വരുന്നത്. പക്ഷേ ടീമേറ്റ്സിൻ്റെ പരിക്കും മറ്റു കാരണങ്ങളും കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്ലെയിങ് ടൈം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ജോർദനെതിരെ അദ്ദേഹം മിഡ്ഫീൽഡർ റോളിലാണ് കളിച്ചിരുന്നത്. അദ്ദേഹം അവരുടെ ടീമിൽ വളരെ കീയാണ്. അർജൻറ്റീന ശ്രദ്ധിക്കേണ്ട താരമാണ്. പിന്നെ മാർസൽ സബിച്ചർ, 32-കാരനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഓസ്ട്രിയയുടെ മെയിൻ ഒഫൻസീവ് വെപ്പണാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കറൻ്റ്ലി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടിലാണ്. മുമ്പ് RB ലീപ്സിഗിനും ബയൺ മ്യൂണിക്കിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഒക്കെ കളിച്ചിരുന്നു. ബവേറിയൻ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മിഡ്ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു. കാര്യം കൂടി നോക്കുക. എന്തായാലും റാൽഫ് റാഗ്നിക്ക് അദ്ദേഹത്തെ മികച്ച ഒരു ഒഫൻസീവ് വെപ്പണായിട്ട് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ മാർക്കോ അർണോട്ടോവിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 37-കാരനായിട്ടുള്ള വെറ്ററൻ സെൻറ്റർ ഫോർവേഡ്, അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന പോലെ ഈ മത്സരത്തിലും ഒരു പക്ഷേ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. മുൻ ഇൻ്റർ മിലാൻ പ്ലെയർ മികച്ച പ്രകടനമാണ് പോയ സീസണുകളിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മികവ് ഇന്ന് സഹായകരമാകും ഓസ്ട്രിയയ്ക്ക് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ കോച്ചുള്ളത്. സോ ഇങ്ങനെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരങ്ങളെയും കൊണ്ടാണ് ഓസ്ട്രിയ ഇറങ്ങുന്നത്. കാര്യങ്ങൾ അർജൻറ്റീനയ്ക്ക് എളുപ്പമാവില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.